ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1997 ഒരു ഫാന്റസി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആൻ അമേരിക്കൻ വെയർവുൾഫ് ഇൻ പാരീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കണ്ട മൂവീസുകളുണ്ടല്ലോ ഈ ഒരു വെയർവുൾഫിന്റെ, അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സാധാരണ നമ്മൾ ഈ ഒരു കാടിനകത്താണല്ലോ കൂടുതലും ഈ ഒരു ചെന്നായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കുന്ന സിനിമകളൊക്കെ കാണുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ച്, അതും പാരീസ് നഗരത്തിൽ ഒരു ചെന്നായ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് പാരീസിലെ ഒരു സിറ്റിയിലാണ്. കാണിക്കുമ്പോഴത്തേക്കും വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സയന്റിസ്റ്റ് പോലെ ഒരാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആരോട് സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വീഴുന്നതും ആ റോഡിൽ കിടന്ന ഒരു ടാക്സി ഡ്രൈവർ ഇയാളെ കണ്ടിട്ട് പെട്ടെന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഓടി അടുത്തേക്ക് വരുന്നു. ഓടി വന്ന് ഇയാളെ പിടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അടുത്തുള്ള ഒരു മാൻ ഹോൾ ഉണ്ട്, അത് തുറന്ന് എന്തോ ഒരു കാര്യം ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ അയാളെ വലിച്ച് അതിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു ടാക്സി ഡ്രൈവർ അത് കണ്ടിട്ട് ജീവനും കൊണ്ട് തിരിച്ചോടും. അപ്പൊ എന്തോ ഒന്ന് അയാളെ വലിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട്. അതിനെ പേടിച്ചാണ് ഇയാള് ഈ ഒരു റോഡിലേക്ക് ഓടി വന്നതെന്നുള്ള കാര്യം നമുക്കിപ്പോ എന്തായാലും മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും 3 അമേരിക്കക്കാരായിട്ടുള്ള ചെറുപ്പക്കാരന്മാരെയാണ് കാണിക്കുന്നത്. ഇവർ 3 പേരും യൂറോപ്പിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തുകയാണ്. അതാരൊക്കെയാണെന്ന് വെച്ചാല് ബ്രാഡ്, ക്രിസ്, ആൻഡി. അപ്പൊ ഇതിൽ ആൻഡിയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അങ്ങനെ ഇവർ 3 പേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ട്രെയിനിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ഫ്രഞ്ച് ലേഡി അതിലെ നടന്നു പോകുന്നു. അപ്പൊ അവരെ കാണുമ്പോൾ ബ്രാഡും ക്രിസും ഉണ്ടല്ലോ നമ്മുടെ ഹീറോയോട് പറയും, ഓക്കെ നിനക്കൊരു ചലഞ്ച് തരാം, നിനക്ക് അവരോട് ഇപ്പോൾ പോയി സംസാരിക്കാൻ കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, സോറി എനിക്ക് എന്തായാലും അത് കഴിയുന്നില്ല, കാരണം ആ ഒരു പെണ്ണ് എന്റെ ടൈപ്പ് അല്ല. അപ്പോഴും തന്നെ ബ്രാഡും ക്രിസും ഹീറോയെ കളിയാക്കി പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്തായാലും ആരെയും ഫ്ലിർട്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഓക്കെ നമുക്ക് എന്തായാലും പാരീസിൽ ചെന്നിട്ട് ഞാനൊരു ചലഞ്ച് വയ്ക്കാം, നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും നേരെ ആ ഒരു ഐഫിൽ ടവർ ഉണ്ടല്ലോ അതിന് ഏറ്റവും ടോപ്പിലേക്ക് കയറി ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ബിയറൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഒരു വലിയ കയറെടുത്ത് അതേപോലെ തന്നെ ഈ ഒരു ടവറിന്റെ പടം, അതിന്റെ ഉയരം, കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി എന്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്നിട്ട് അവൻ അവന്റെ ബാഗ് തുറന്ന് ഒരു വലിയ കയറെടുത്ത് വെളിയിലേക്ക് ഇടുമ്പോഴത്തേക്കാണ് നമ്മുടെ ബ്രാഡ് ഇത് കണ്ടിട്ട്, ഹേയ് ആന്റി നീ എന്താ ചെയ്യുന്നത്, നീ അത് ട്രെയിനിൽ വെച്ച് സംസാരിച്ചതെല്ലാം വെറുതെയാണ്, നീ അത് സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നെല്ലാം പറയുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇതിന്റെ മുകളിലേക്ക് ആരോ കയറി വരുന്നത് പോലെ ഇവര് 3 പേരും അതിന്റെ ഒരു വശത്തേക്ക് ഒളിച്ചിരുന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ലേഡിയാണ്. അവളായാലും ഈ ഒരു ടവറിന്റെ മുകളിലേക്ക് കയറി കുറെ നേരം ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് അവൾ ചാടാനായിട്ട് നിൽക്കുകയാണ്, കാരണം അവൾ കരയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഓടി വന്നിട്ട് ആ ഒരു പെണ്ണിന്റെ കൈ പിടിക്കുമ്പോഴത്തേക്കും അവൾ അതിന് മുന്നേ തന്നെ താഴേക്ക് ചാടുമ്പോൾ ഹീറോയുടെ കയ്യിൽ ആ ഒരു കയറുണ്ടല്ലോ അതും വെച്ചിട്ട് അവനൊരു ഒറ്റച്ചാട്ടം. അവന്റെ വിചാരം എന്താണ്, ഈ ഒരു കയറ് മുകളിൽ കെട്ടിയിട്ടുള്ളതാണ്. പക്ഷെ പിന്നീടാണ് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു കയറ് കെട്ടിയിട്ടില്ല. അങ്ങനെ ഹീറോ നേരെ താഴേക്ക് വന്ന് ആ ഒരു പെണ്ണിന്റെ കാലിലേക്ക് അങ്ങ് പിടിക്കും. ഇവിടെ മുകളിലാണെങ്കിലോ നമ്മുടെ ക്രിസും ബ്രാഡും കൂടി ചേർന്നിട്ട് ആ ഒരു കയറ് പിടിച്ച് ഒരു വിധത്തിൽ നിർത്തിയിട്ട് ഇപ്പൊ താഴെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിന്റെ കാലിലാണല്ലോ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ താഴെ എത്തി ഏകദേശം. അപ്പൊ ഈ ഒരു പെണ്ണായാലും പതിയെ താഴേക്ക് വന്ന് വീഴുന്നതും അവളുടെ ഷൂ മാത്രം നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലോ അതേ സ്പീഡിന് തന്നെ തിരിച്ച് അങ്ങനെ പൊങ്ങിയിട്ട് തല വന്ന് ആ ഒരു കമ്പിയിൽ ഇടിക്കുന്നതും അത് കഴിഞ്ഞ് ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഇപ്പൊ ആശുപത്രിക്കകത്താണ് കിടക്കുന്നത്. അങ്ങനെ ഹീറോ കണ്ണു തുറക്കുന്നതും ആ ഒരു പെണ്ണിന്റെ ഷൂ ഉണ്ടല്ലോ അത് പിടിച്ച് നമ്മുടെ ക്രിസ് മുന്നിൽ നിൽക്കുന്നു. അപ്പോഴേക്കാണ് ഹീറോ പറയുന്നത്, ഏയ് പ്ലീസ് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ, അവൾ അവിടേക്ക് ചാടാൻ വന്നപ്പോഴത്തേക്ക് അവളുടെ ദേഹത്ത് വെച്ചിരുന്ന ആ ഒരു നോട്ടുണ്ടല്ലോ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തായാലും അവളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസും ബ്രാഡും കൂടി ചേർന്ന് ഈ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിരുന്ന അതെല്ലാം തട്ടിയിട്ട് അവൾ എഴുതിയിരിക്കുന്ന ആ ഒരു നോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ആ ഒരു പേപ്പർ ഇങ്ങനെ തപ്പുകയാണ്. അതുമല്ല ഇതില് നമ്മുടെ ക്രിസിന് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്രഞ്ച് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ലേഡി ഇരിപ്പുണ്ട്. അപ്പൊ അവരാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് തല പിടിച്ചിങ്ങനെ നോക്കുന്നതും ആ ഒരു ബാഗ് കൊണ്ട് തലയ്ക്കൊരു ഒറ്റയടി. അത് കഴിഞ്ഞ് 2 പേരും ഇവിടേക്ക് വന്നിരുന്നിട്ട് അങ്ങനെ അത് നോക്കുമ്പോഴത്തേക്കും അതിലെ നടന്നു പോകുന്നവർ വിചാരിക്കും പിച്ചക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് കാശെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ സമയമാണ് ഇവിടെ നമ്മുടെ ഹീറോ അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം അവന്റെ മുന്നിലൂടെ ഈ ഒരു നേഴ്സിന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇന്നലെ കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവളിങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ഷൂവും കൊണ്ട് അവളുടെ പുറകെ തന്നെ ഓടാണ്. ഓടി അവസരം അവളെ വിളിച്ചിട്ട്, ഹേയ് നിങ്ങളുടെ ഷൂ ദേ എന്റെ കയ്യിലിരിപ്പുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൾ ഇവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തില് അവളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതും പുറകിലൂടെ ഡോക്ടർ വന്നിട്ട് ആ ഒരു ഡോർ ഇങ്ങനെ തുറക്കുന്നതും വീണ്ടും നമ്മുടെ ഹീറോയുടെ തലയിലേക്ക് വന്നൊരു ഒറ്റയടി. വീണ്ടും തല ഇടിച്ച് താഴേക്ക് വന്ന് വീഴും. ഇത്തവണ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അവളെ കാണുന്നില്ല. അപ്പൊ ആ ഒരു ഡോക്ടർ ചോദിക്കും, അല്ല നീ എന്തിനാ ആ ഒരു പെണ്ണിന്റെ പുറകെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡോക്ടർ എന്റെ ഹൃദയം അവൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, എന്ത് നിന്റെ ഹൃദയം അവള് കൊണ്ടുപോയെന്നോ? ഓ എന്റെ പൊന്നു മണ്ട ഡോക്ടറെ, അങ്ങനെയല്ല, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്ന്. ആ ഒരു സമയത്ത് തന്നെ ബ്രാഡും ക്രിസും ഓടി വന്നിട്ട്, ഹേയ് ആ ഒരു പേപ്പർ കണ്ടുപിടിച്ചു, അവളുടെ പേര് സെറാഫിൻ, നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവർ 3 പേരും അവളുടെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് ചെന്ന് വെളിയിലുള്ള ആ ഒരു ബെല്ലിങ്ങനെ അടിക്കാണ്. അപ്പോഴേക്കും തന്നെ സാറ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഇതാരുമല്ല നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനാണ്. അങ്ങനെ സാർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവർ ചെരുപ്പ് എടുത്ത് കൊടുക്കും.
അപ്പൊ അവളാണെങ്കിലോ അതും വാങ്ങിയിട്ട് ഓക്കെ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ അവൾ എന്തായാലും ഒരു നേഴ്സാണെന്ന് മനസ്സിലായി. അതുമല്ല അവളുടെ കയ്യില് രക്തം പറ്റിയിരിക്കുന്നത് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കും. അങ്ങനെ അവള് ഡോർ അടച്ചു പോകുന്നതും നമ്മുടെ ബ്രാഡും ക്രിസും അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഹീറോ പറയും, ഹേയ് അങ്ങനെയല്ല, അവളുടെ കയ്യിൽ രക്തം കണ്ടോ, അവളാണെങ്കിൽ ഇതിനു മുന്നേ മരിക്കാനായിട്ട് ശ്രമിച്ചു, ഇനിയും അവൾ സ്വയം അവളുടെ ശരീരം വേദനിപ്പിക്കായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ പിന്നെയും ആ ഒരു ബെല്ലിങ്ങനെ അടിക്കുകയാണ്. ഇത്തവണ നമ്മുടെ സാറ ഡോർ വന്നിട്ട് അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടേ, പ്ലീസ് ഒന്ന് പോയി തരൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അതല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നാളെ ഒരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവിടെയുള്ള ഒരു പാർക്കിൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാൻ പോവാണ്. നമ്മുടെ സാറയാണെങ്കിലോ സൈക്കിളും കൊണ്ട്. അങ്ങനെ സാറയായാലും ഒരു സൈക്കിളും കൊണ്ട് നേരെ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പറയും, ഓക്കെ ശരി നമുക്ക് എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ എല്ലാം മണ്ടത്തരം. അപ്പൊ ഇതെല്ലാം കണ്ട് നമ്മുടെ സാറയാണെങ്കിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ഡേറ്റ് ചെയ്യാനായിട്ട്, പക്ഷെ നീ ആയിട്ട് എല്ലാം തൊലച്ചു എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും, പ്ലീസ് പോവരുത്, എനിക്ക് അത്രയും ടെൻഷൻ ആയതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ സാറ് പതിയെ അവിടെ ഇരുന്നിട്ട് അവളും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമായി, കാരണം ഞാൻ അവിടെ മരിക്കാനായിട്ട് ചാടുമ്പോഴത്തേക്കും നീ ഒന്നുപോലും ചിന്തിക്കാതെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് താഴേക്ക് ചാടിയില്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് മറ്റൊരു ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ വേറെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് ഇതിനകത്തുള്ള വേറൊരുത്തൻ, ഒരു ചിരട്ട തലയൻ, പെട്ടെന്ന് വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചൊരു ഒറ്റ ഏറ്, അതുമല്ല ഹീറോയുടെ സുഹൃത്തുക്കളുണ്ടല്ലോ അവന്മാരുടെ അടുത്തേക്കും ഒരു ഒറ്റ ഏറ്. അങ്ങനെ ഹീറോയെ അടിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും വന്ന് അവന് തടഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കുന്നത് നിർത്താൻ പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. ഈ ചിരട്ടയുടെ മോഡലിൽ മുടി വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു തല കൊണ്ട് അവൻ നമ്മുടെ ഹീറോയെ ഒരു ഒറ്റ ഇടി. ഇതുകൂടി കാണുന്നത് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് അങ്ങനെ അവന് ഒരു ഒറ്റ തള്ളു, ഇവൻ തെറിച്ചങ്ങ് പോകുന്നു. അത് ചെറിയൊരു തള്ളു മാത്രമേ ഉള്ളൂ. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവൾ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ സാറ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഹീറോയും പുറകെ തന്നെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് സാറെ അത്ര ഇഷ്ടമാണ്. അപ്പോഴേക്ക് സാറയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവളുടെ അടുത്തേക്ക് ഒന്ന് ഇവനെ കിസ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് സാറ പെട്ടെന്ന് പിന്മാറിയിട്ട്, ഇല്ല അതെന്തായാലും ശരിയാവത്തില്ല, നീ ഇനി എന്നെ ഒരിക്കലും ഫോളോ ചെയ്യരുത്, കാരണം അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവൾ സൈക്കിളും കൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി ആവുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസും ബ്രാഡും ഹീറോയെ സമാധാനിപ്പിക്കുകയാണ്, അതൊന്നും നീ കാര്യമൊക്കണ്ട, ഒന്നാമത്തെ കാര്യം അവൾ അനാഥയാണ്, അവളുടെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു വിഷമത്തിലാണ് അവൾ ജീവിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നിന്നെ സ്വീകരിക്കാനായിട്ട് കുറച്ച് പാട്, അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഇവര് മൂന്നുപേരും വീണ്ടും അവളുടെ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്കും ഇത്തവണ ഡോർ തുറക്കുന്നത് വേറൊരു മൊട്ടത്തലയൻ. അവനിപ്പോ ഡോർ തുറന്നിട്ട് പറയും, സോറി സാറ ഇവിടെ ഇല്ല, പക്ഷേ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോണ്ട, നിങ്ങൾ അമേരിക്കക്കാരല്ലേ, അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവിടെ അടുത്തായിട്ട് ഒരു പാർട്ടി നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടേക്ക് എന്നോടൊപ്പം വരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, സോറി ഞാൻ ആ ഒരു പാർട്ടിക്ക് വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴേക്കും ആ ഒരു മൊട്ടയാണെങ്കിലോ ഇവർക്ക് ആ ഒരു ക്ലബിലേക്ക് പോകാനുള്ള ഒരു നോട്ടീസ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടും, ഒരുപക്ഷേ സാറ് ചിലപ്പോൾ അവിടെ പോകാനും ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ മൂന്നുപേരും നേരെ ആ ഒരു ക്ലബ്ബുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അത് വലിയ ക്ലബ്ബൊന്നുമല്ല, ഇന്ന് അവിടെ ഒരു പാർട്ടി നടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ വലിയൊരു സെക്യൂരിറ്റി ഉണ്ട്. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവർ കയറി പോകാനായിട്ട് നിൽക്കുമ്പോൾ അയാൾ ആദ്യം തടയും. അപ്പോഴാണ് ഇവർ ആ ഒരു നോട്ടീസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവരെ മൂന്നുപേരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ സാറെ കാണുന്നില്ല. അതുമല്ല സ്ത്രീകളാണെങ്കിൽ അധികം കുറവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ക്രിസിനോട് പറയും, ക്രിസ് നീ എന്തായാലും അവളുടെ വീട്ടിലേക്ക് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വാ, ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോയും ബ്രാഡും ഇതിനകത്ത് തന്നെ നിൽക്കാണ്. നമ്മുടെ ക്രിസ് വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ് നേരെ ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് ബെല്ലടിക്കുമ്പോഴത്തേക്കും ഇത്തവണ ആരും ഡോർ തുറന്ന് വരുന്നില്ല. അവൻ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വീടിന്റെ ഒരു ഭാഗത്ത് നിന്നും നല്ല വെളിച്ചമുണ്ട്. ഓക്കെ എന്തായാലും അകത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ് ആ ഒരു ഭാഗം ഇങ്ങനെ മാറ്റി ജനാല തുടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നു. നമ്മുടെ സാറയെ ഒരു റൂമിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ക്രിസ് ആ ഒരു ജനാലയും തുറന്ന് പെട്ടെന്ന് അകത്തേക്ക് ചാടും നമ്മുടെ സാറയെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, അല്ല നീ എന്താ ഇവിടെ, അല്ല നിന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കല്ലേ, രക്ഷിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ എന്തായാലും രക്ഷിക്കേണ്ടെന്ന് അവള് പറയുമ്പോൾ അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നിന്നെ കാത്ത് ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിൽക്കാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിങ്ങനെ പറയുമ്പോൾ സാറ അങ്ങനെയാണെങ്കിൽ ദേ ഇതിന്റെ കീ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുമരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു കീനെ തൂങ്ങി കിടക്കുന്നു. അങ്ങനെ അവനായാലും ആ ഒരു കീ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സാറയെ പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട്, ക്രിസ് നീ എന്തായാലും എന്നോടൊപ്പം അവിടേക്ക് വരണ്ട, അവിടെ ഡേഞ്ചറാണ്, അതുകൊണ്ട് നീ വെളിയിൽ നിൽക്കാൻ പറയുമ്പോൾ അവൻ പറയും, അതൊന്നും കുഴപ്പമില്ല സാറ എന്ന് പറയുമ്പോൾ അവനെ ഒരു ഒറ്റ ഇടി അവന്റെ ബോധം പോയി. എന്നിട്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ക്രിസ് കണ്ണു തുറക്കുമ്പോൾ ക്രിസ് ഇപ്പോൾ ആ ഒരു സെല്ലിനകത്ത് കിടക്കാണ്. അതുപോലെ കീ ആണെങ്കിലോ ആ ഒരു ചുമരിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. അങ്ങനെ ക്രിസ് എഴുന്നേറ്റിട്ട് ഇപ്പൊ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ഒരു ബേസ്മെന്റിലാണെങ്കിലോ ഒരൊറ്റ ആളെയും കാണുന്നില്ല. കൂടാതെ ഒരു ഭാഗത്ത് മാത്രം തുണിയെല്ലാം വെച്ച് മറിച്ചിങ്ങനെ ഇട്ടേക്കുന്നു. അതിനകത്ത് എന്താണെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. അതുപോലെ അതിനകത്ത് നിന്നും ആരോ ശ്വാസം വിടുന്നത് പോലെ ഒരു വലിയ ശബ്ദം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ക്രിസ് അയ്യോ എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞിട്ട് ഹാലറി വിളിക്കുകയാണ്.
അങ്ങനെ ഇവിടെ നമ്മുടെ സാറയാണെങ്കിലോ അവളുടെ സൈക്കിളും കൊണ്ട് നേരെ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അവരോട് മാറി നിൽക്കാൻ പറയുമ്പോൾ അവൻ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഡോറും തുറന്ന് അവൾ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. ഓടി അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചിട്ട് ആന്റി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ, എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ജാക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ അവർ തടയുന്നുണ്ട്. അപ്പോൾ സാർ പറയും ഇല്ല ഞാൻ ഇവനെ കൊണ്ടുപോവാണെന്നും പറഞ്ഞിട്ട് അടുത്തൊരു ടണൽ പോലൊരു ഭാഗമുണ്ട്. അതിനുള്ളിലൂടെ നമ്മുടെ ആന്റിയെയും കൊണ്ട് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കാണ് ജാക്ക് എന്ന് പറഞ്ഞ അവന്റെ അടുത്തേക്ക് ആ ഒരു മുട്ടത്തലേനുണ്ടല്ലോ അവൻ വന്നിട്ട് ഹേയ് അവർ നീ എവിടേക്കാ പറഞ്ഞു വിട്ടേന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ഇവരെ ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ക്രിസ് ആണെങ്കിലോ ആ ഒരു കീ എങ്ങനെയെങ്കിലും എടുത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതിനുവേണ്ടി അവൻ അവന്റെ ബെൽറ്റും ആ ഒരു ഷർട്ട് ബനിയൻ ഇതെല്ലാം ഊരിയിട്ട് അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കെട്ടി ആ ഒരു കീ കിടക്കുന്ന ആ ഒരു ചുമരുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ എറിയാണ്. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ ഒരു വിധത്തിൽ ആ ഒരു കീ നേരെ താഴേക്ക് വന്ന് വീഴും. എന്തായാലും കറക്റ്റ് അവന്റെ ആ ഒരു ഷർട്ടിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അങ്ങനെ അത് പതിയെ വലിച്ച് അവന്റെ അടുത്തേക്ക് എടുത്തിട്ട് ആ ഒരു കീ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ഗേറ്റും തുറന്ന് അവൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ സാറയാണെങ്കിൽ ഹീറോയെ നേരെ അവിടെ ഒരു വലിയ ചുമരിനടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ വലിയൊരു ഹോളുണ്ട്. അതുവഴി പുറത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അവനാണെങ്കിൽ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യുന്നതും അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മുതുകത്ത് എന്തോ നഖങ്ങൾ കൊണ്ടുവരുന്നത് പോലെ. എന്നിട്ട് സാറയായാലും പെട്ടെന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചിട്ട് ആ ഒരു ഹോള് വഴി വെളിയിലേക്ക് തള്ളിയിട്ടിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് പോകാൻ പറഞ്ഞ് അവളിങ്ങനെ അലറി വിളിക്കുകയാണ്. കാരണം ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ ഇത്തിരി ഡേഞ്ചർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും സാറയുടെ ശബ്ദം അതേപോലെ തന്നെ അവളുടെ സ്വഭാവം ഇതെല്ലാം പതിയെ മാറുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ ശബ്ദം മാറി ഒരു ഓടെടുത്തിട്ട് അവന്റെ നേർക്കൊരു ഒറ്റയേറ് ഇതുകൂടി കാണുന്നത് ഹീറോ അവിടെ നിന്നും വെളിയിലേക്ക് ഓടി അങ്ങ് പോവാണ്. അതേസമയമാണ് ഈ ഒരു പാർട്ടി നടക്കുന്നിടത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മുട്ടയുടെ സുഹൃത്തുക്കളുണ്ടല്ലോ അവരെല്ലാവരും ഇപ്പോ പതിയെ പതിയെ ഏതോ ഒരു മൃഗമായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. അവിടെ നിൽക്കുന്ന മനുഷ്യർക്കാണെങ്കിലോ ഇതെന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ സാറയാണെങ്കിലോ ഈ ഒരു പൂർണ്ണചന്ദ്രനെ കാണുമ്പോഴത്തേക്കും അവളും പതിയെ രൂപം മാറിയിട്ട് ഇപ്പൊ അവസാനം ഒരു മനുഷ്യ ചെന്നായിട്ട് മാറാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് നിൽക്കുന്ന പകുതി മുക്കാൽ പേരും മനുഷ്യ ചെന്നായ്ക്കളാണ്. എന്നിട്ട് ഈ ഒരു പാർട്ടി എന്നുള്ള പേരില് ഒരുപാട് മനുഷ്യരെ സാധാരണ രീതിയിൽ പറ്റിച്ചാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അവരെല്ലാവരെയും കൊന്ന് തിന്നാൻ വേണ്ടി. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രാഡ് ഉണ്ടല്ലോ അവൻ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് ആ ഒരു ടണലിനകത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ആ ഒരു ചെന്നായ്ക്കൾ ഓരോരുത്തരായിട്ട് വന്ന് അവിടെയുള്ള സാധാരണ മനുഷ്യരെല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. അവർ പേടിച്ച് പല വഴിക്ക് ഓടിയിട്ട് ആ ഒരു സെക്യൂരിറ്റിയോട് ഡോർ തുറക്കാൻ പറയുമ്പോൾ അവന് നേരത്തെ തന്നെ കാര്യം അറിയാം. അതുകൊണ്ട് അവൻ അറിയാത്തതുപോലെ അവിടെ നിന്നിട്ട് അവിടെയുള്ള ബോർഡെല്ലാം എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ അവൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോ ആ ഒരു കർട്ടനെല്ലാം മൂടിയിട്ടേക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നേരെ അവിടേക്ക് ചെന്ന് അതിങ്ങനെ തുറന്ന് മാറ്റുന്നതും ആഹാ കാണിക്കുമ്പോൾ അതിനകത്ത് കാലുകളില്ലാത്ത ഒരു ചെന്നായകനെ കിടക്കുന്നു. ഇവനെ കാണുന്നതും ഇവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ബെഡും മറിച്ചിട്ടിട്ട് അതും വലിച്ചടിച്ച് അവന്റെ പുറകെ വരികയാണ്. ഇപ്പൊ നമ്മുടെ ക്രിസ് ആണെങ്കിലോ ഓടി ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അത് വലിച്ചു തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ ഒരു ചെന്നായ അപ്പോഴും അവന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിലേക്ക് പോയായിട്ട് വഴിയില്ല. എന്നിരുന്നാലും അവൻ ആ ഒരു ഡോറ് വഴി എങ്ങനെയെങ്കിലും അതിന്റെ മുകൾ ഭാഗത്തിലൂടെ നേരെ ഒരു വീടിന് വെളിയിലേക്ക് ഇറങ്ങും. അതേസമയം ഇവിടെ നമ്മുടെ ബ്രാഡുണ്ടല്ലോ അവൻ ആ ഒരു റാന്തലും കൊണ്ട് ആ ഒരു ടണലിനുള്ളിലൂടെ നടന്ന് ഒരിടത്ത് എത്തുമ്പോൾ അവിടെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അത് ആ ഒരു ചെന്നായാണ്. എന്നിട്ട് നമ്മുടെ ബ്രാഡിന്റെ അടുത്തേക്ക് വരുന്നതും അവൻ ആ ഒരു റാന്തല് താഴെ ഇടുന്നുണ്ട്. അത് തീ പിടിക്കുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെന്നായ വന്ന് അവനെ ആക്രമിക്കുന്നു. പക്ഷെ അവനെ പൂർണ്ണമായിട്ടും കൊല്ലുന്നതിന് മുന്നേ തന്നെ അവൻ നേരെ അടുത്തുള്ള ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴും. അത് ഈ ഒരു ടണൽ വഴി താഴേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു ടണൽ വഴി ഇപ്പൊ എങ്ങോട്ട് പോകണമെന്നറിയാതെ നടന്ന് പോകുമ്പോഴത്തേക്കും അടുത്തൊരു ചെന്നായ അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ പുറകെ വരുന്നു. ഹീറോ ആയാലും ഓടി ഓടി ഒരു ഗേറ്റ് ഉണ്ട് അവിടേക്ക് ചെന്ന് ആ ഒരു ഗേറ്റ് പിടിച്ചങ്ങ് അടയ്ക്കുന്നതും ഈ ഒരു ചെന്നായിക്കാണെങ്കിൽ അത്രയും ശക്തിയുള്ളതല്ലേ. അതാണെങ്കിൽ ആ ഒരു ഗേറ്റ് എല്ലാം ഇടിച്ച് തകർത്ത് അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു കമ്പി എടുത്ത് അതിന്റെ ഷോൾഡറിലേക്ക് ഒരു ഒറ്റ കുത്ത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ ഈ ഒരു ചെന്നായാണെങ്കിലോ അതെല്ലാം വലിച്ചു കളഞ്ഞിട്ട് വീണ്ടും അവന്റെ പുറകെ വരുന്നതും ഈ ഒരു ടണലിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോള് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതുവഴി ചാടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ചെന്നായ പുറകെ വന്ന് അവന്റെ കാലിലേക്ക് പിടിക്കും. എന്നിട്ട് അവന്റെ കാലിലൊരു ഒറ്റക്കടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ കണ്ണു തുറക്കുന്നത് സാറയുടെ വീടിനകത്ത് നിന്നാണ്. അവനിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അതേസമയം നമ്മുടെ ക്രിസ് ആണെങ്കിൽ വെളിയിൽ നിൽപ്പുണ്ട്. ക്രിസ് ഇപ്പോൾ പതിയെ കിച്ചൺ ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറ മിക്സി ജാറിലെ എന്തോ അടിക്കുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുമല്ല, മനുഷ്യന്റെ ഓർഗൻസ് ഉണ്ടല്ലോ അതാണ് അവള് മിക്സിയിലിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ക്രിസ് ആണെങ്കിൽ പതിയെ ജനാലയിലേക്ക് കല്ലെടുത്തെറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ വന്ന് നോക്കുമ്പോഴത്തേക്കും ക്രിസ് പറയും ഹേയ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് സാറ് നേരെ മുറിയിലേക്ക് വന്നിട്ട് ആ ഒരു ഓർഗൻസ് അടിച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഹീറോയോട് പറയുന്നത് ഇനി നീ എന്തായാലും എവിടേക്കും പോകാൻ പോകുന്നില്ല. കാരണം നിന്റെ കാലിൽ ആ ഒരു ചെന്നായി കടിച്ചതുകൊണ്ട് നീയും ഒരു മനുഷ്യ ചെന്നായിട്ട് മാറാൻ പോവാണ് ഞങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ ഹീറോ അത് കേട്ട് ചിരിക്കും. ഹേയ് വെറുതെ തമാശ പറയാതെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് അവളുടെ വസ്ത്രം ഇങ്ങനെ ഊരി മാറ്റുമ്പോഴത്തേക്കാണ്
അവൻ പെട്ടെന്ന് അവളുടെ ചെന്നായിട്ട് മാറുന്നത് പോലെ ഇങ്ങനെ കാണുന്നത്. പെട്ടെന്ന് പേടിക്കുമ്പോഴത്തേക്ക് അവള് പറയും, ഹേയ് പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നിനക്ക് ആദ്യ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ്, പതിയെ പതിയെ അത് ശരിയാവും എന്നിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സാറയുടെ അമ്മ അവിടേക്ക് വന്ന് നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാല് അവര് മരിച്ചുപോയി, അവരുടെ ഗോസ്റ്റ് ആണ് വന്ന് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ എന്റെ പൊന്നുമോളെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഓട്ടം എന്നിട്ട് ആ ഒരു ജനാലയെ തകർത്ത് താഴേക്കെടുത്ത് ചാടി ഓടി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവൻ അത്രയും പവർ ഉള്ളതുപോലെ അതവന് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ക്രിസിനെ ഹീറോ കാണുന്നില്ല. ക്രിസ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ പുറകെ വന്നിട്ട് അവനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ആ ഒരു മൊട്ടത്തലയം വന്ന് നമ്മുടെ ക്രിസിനെ പിടിച്ചോണ്ടങ്ങ് പോകും. അങ്ങനെ അവിടെ നിന്ന് പോയ നമ്മുടെ ഹീറോ നേരെ വരുന്നത് ആ ഒരു പാർട്ടി നടന്നല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ ശരീരം വെളിയിൽ വെച്ചേക്കുന്നു. കാരണം പലരുടെയും കൈയും കാലും തലയും ഇങ്ങനെ പ്രത്യേകമാണ് എടുക്കുന്നത്. അതുമല്ല അവിടെ പോലീസ് വന്ന് നിൽപ്പുണ്ട്. അതേ സമയമാണ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ബ്രാഡിന്റെ ശരീരം ഉണ്ടല്ലോ അവിടെയുള്ള പുഴയിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. കാരണം അവൻ ആ ഒരു വെള്ളത്തിൽ വീണപ്പോൾ തന്നെ മരിച്ചുപോയി, പാവം. അങ്ങനെ നമ്മുടെ ഹീറോയെ അവിടെ അടുത്തുള്ള ഒരു പോലീസുകാരെ വിളിച്ചിട്ട് അവന്റെ സുഹൃത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കണ്ടെത്തിയ ശരീരങ്ങളിലൊന്നിലും ഹൃദയം അതേപോലെ തന്നെ മറ്റുള്ള ഓർഗൻസ് ഉണ്ടല്ലോ ഇതൊന്നുമില്ല എന്നുള്ള കാര്യവും ആ ഒരു പോലീസുകാർ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ വെളിയിലേക്ക് വിടുന്നതും അവനിപ്പോ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ ശരീരത്തിൽ വരുന്ന ആ ഒരു മാറ്റങ്ങളെല്ലാം അവനിപ്പോ മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു ചെന്നായ്ക്കൾക്ക് ഉള്ള ആ ഒരു അങ്ങനെ എന്തെന്നറിയത്തില്ല. കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിശപ്പായിട്ട് അവന്റെ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാണ്. ആ ഒരു സമയത്താണ് ഇതിനകത്തേക്ക് വേറൊരു പെണ്ണ് വരുന്നു. അവളുടെ പേര് എമി എന്നാണ്. ഇവള് ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് ആണ്. ഇപ്പൊ എമി ആയാലും നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനിപ്പോ ഒരു അമേരിക്കക്കാരനാണല്ലോ. അങ്ങനെ അവള് വന്നിട്ട് നമ്മുടെ ഹീറോയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് അവനോട് സംസാരിച്ച് പരിചയപ്പെട്ട് ഇപ്പൊ ഒരു ഡിന്നറിന് അവനെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കാണ് അടുത്തൊരു ഫുഡ് കൊണ്ടുവന്നതിനെ വെക്കുന്നു. അത് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രാഡിന്റെ തലയുണ്ടല്ലോ അതിനകത്ത് ഇരുന്നതിന് സംസാരിക്കും. ഇത് കണ്ട് ഹീറോ പെട്ടെന്ന് പേടിച്ച് എടാ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് കണ്ട എമിക്ക് ഇതെല്ലാം കണ്ട് ചിരി വരാണ്. ബാക്കിയെല്ലാവരും അന്തം വിട്ട് നോക്കുന്നു. അപ്പോഴേക്കാണ് ഈ ഒരു റെസ്റ്റോറന്റിനകത്ത് വേറൊരു ഡിക്റ്റേറ്റീവ് ഉണ്ട്. അയാൾ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ ബാത്റൂമിലേക്കത്തേക്ക് പോകുമ്പോഴത്തേക്കും ബ്രാഡിന്റെ ഗോസ്റ്റ് അവന്റെ പുറകെ തന്നെ വരും. ഇപ്പൊ ഹീറോ ചോദിക്കും, അല്ല നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, അവനെ കൊന്ന ആ ഒരു ചെന്നായെ കൊല്ലുന്നത് വരെ ഞാൻ ഈ ഒരു ഭൂമി വിട്ട് എവിടേക്കും പോകത്തില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല, ഹീറോ ഒരു ചെന്നായ ആയതുകൊണ്ടാണ് ഇതുപോലെ മരിച്ചവരെ കാണാൻ കഴിയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുമായിട്ട് നമ്മുടെ ഹീറോ നേരെ വെളിയിലേക്ക് പോകും. എന്നിട്ട് ഇവര് രണ്ടുപേരും സംസാരിച്ചും പറഞ്ഞല്ല അവസാനം ഒരു സെമിത്തേരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ ഡിക്റ്റേറ്റീവ് ഒരു നായനെ കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് വെളിയിൽ നല്ല പൂർണ്ണ ചന്ദ്രനാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് അവൻ ആ ഒരു മാറ്റങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതും അവന് മനസ്സിലായി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി അങ്ങ് ഒളിക്കും. അപ്പൊ എമി ആയാലും അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോ പെട്ടെന്ന് അവന്റെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി അടുത്തൊരു പൗണ്ട് ഉണ്ട് അതിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അപ്പൊ എമി പുറകെ വന്നിട്ട് നമ്മുടെ ഹീറോയെ ഇങ്ങനെ വിളിക്കുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു ചെന്നായിട്ട് മാറി അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട് എമി ആണെങ്കിലോ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. എന്നിട്ട് ചെറിയൊരു കൂടുതലൊരു ഭാഗമുണ്ട് അതിനകത്തേക്ക് കാര്യം ഇങ്ങനെ ഒളിച്ചിരിക്കും. ഹീറോ ആണെങ്കിൽ അവളെ അന്വേഷിച്ച് അവിടെ എല്ലാം ഇങ്ങനെ നടക്കാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഡിക്റ്റേറ്റീവിന്റെ നായ എമി ഒളിച്ചിരിക്കുന്ന അതിന്റെ വെളിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിന്റെ നിഴലിൽ കണ്ട് അവൾ വിചാരിക്കും ഇത് ആ ഒരു ചെന്നായാണെന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. പക്ഷേ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഹീറോയുടെ മുന്നിൽ. ഹീറോ വെറുതെ വിടും, ചെന്നായ ആയതുകൊണ്ട് തന്നെ അവളെ കടിച്ച് കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡിക്റ്റേറ്റീവ് ഉണ്ടല്ലോ അയാൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ആ ഒരു നായ വന്ന് ഹീറോയെ തടയുമ്പോഴത്തേക്കും ആ ഒരു നായനെ ഹീറോ കൊല്ലുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹീറോ കണ്ണുറക്കുന്നത് റോഡിൽ വെച്ചിട്ടാണ്. ആ ഒരു നായ അവിടെ മരിച്ചിടപ്പുണ്ട്. അതുമല്ല അവന്റെ ചുറ്റിനാണെങ്കിൽ ഒരുപാട് ഒരു ക്യാമറയായിട്ടെല്ലാം നിൽക്കുന്നു ഈ ഒരു കാര്യമെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഹീറോയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അതുമല്ല ആ ഒരു പോലീസെല്ലാം പറയുന്നുണ്ട് നിന്നെ പിടിച്ചതെന്താണെന്നറിയോ, നീ കിടന്ന അതേ സ്ഥലത്ത് എമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ശരീരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവളുടെ ശരീരം ഇപ്പൊ കാണിച്ചു കൊടുത്ത് അയാൾ നേരെ വെളിയിലേക്ക് പോകുന്ന സമയത്താണ് എമി പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഹീറോയെ വഴക്ക് പറയുന്നു. കാരണം അവളെ കൊന്നത് അവനാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനോടുള്ള പ്രതികാരം ചെയ്യാതെ അവളുടെ ആത്മാവ് ഇനി പോകത്തില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രാഡിന്റെ ആത്മാവും അവിടേക്ക് വന്നിട്ട് ഇത് രണ്ടും കൂടി ഹീറോയെ വഴക്ക് പറയാണ്. ഇപ്പോൾ ഹീറോ ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു കൊടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു മേലുദ്യോഗസ്ഥയോട് പറയുമ്പോഴത്തേക്കും അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും തിരിച്ച് ഹീറോയെ അവിടെ കാണുന്നില്ല. ഹീറോ അതിന് മുന്നേ തന്നെ വെളിയിലേക്ക് പോയിരുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് ആത്മാക്കളും ഹീറോയുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ബ്രാഡ് പറയുന്നത് ഇനിയിപ്പോൾ നിനക്ക് തിരിച്ച് മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതുപോലെ മാറിയ ഒരു ചെന്നായുടെ ഹൃദയം ഭക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നീ തിരിച്ച് വീണ്ടും മനുഷ്യനായിട്ട് മാറത്തുള്ളൂ. പക്ഷെ അതിനുള്ള ഒരേ ഒരു മാർഗം അത് സാറയാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് അവൻ പറയും അതൊരിക്കലും ശരിയാവത്തില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൊട്ടയുടെ ഗ്യാങ് ഉണ്ടല്ലോ അവരെല്ലാവരും കൂടി വന്ന് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പിടിച്ച് കാറിനകത്തേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവരൊരു കാറ്റകോംസ് പോലെ ഒരു സ്ഥലത്തിനുള്ളിലേക്ക് ഹീറോയെ കൊണ്ടുപോകും. എന്നിട്ട് ഹീറോയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറോ ഇപ്പോൾ ഒരു ചെന്നായായിട്ട് മാറിയത് കൊണ്ട് തന്നെ
ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൊരു അംഗമാവണം എന്നും പറഞ്ഞിട്ടാണ് ഹീറോയെ അവർ അംഗമാക്കാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഹീറോ പറയും ഇല്ലല്ല, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവർ നേരെ ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ അവനെ അവിടെ കെട്ടിയിട്ടേക്കുന്നു, അത് ഒരു കുരിശില്. എന്നിട്ട് ഹീറോയുടെ മുന്നിലേക്ക് ഒരു കത്തി കൊടുത്തിട്ട് ഇങ്ങനെ പറയും, ഇത് വെച്ച് നിന്റെ ഫ്രണ്ടിന്റെ ഹൃദയം അത് കീറി മുറിച്ചെടുക്കാൻ പറയുമ്പോഴത്തേക്കും ഹീറോ ഒരിക്കലും അത് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. എന്നിട്ട് അതിൽ 1-2 പേരെ നല്ലതുപോലെ ഇടിച്ച് അവനാണെങ്കിൽ ഇപ്പൊ കറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇവര് 4-5 പേരുണ്ടല്ലോ, അതുപോലെ എല്ലാവരും ചെന്നായി മനുഷ്യന്മാരാണ്. അപ്പോൾ ഹീറോ അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ഡോറിന് വെളിയിലെ സാറയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ ആ ഒരു ഡോറും ചവിട്ടി തുറന്ന് ഇപ്പൊ അകത്തേക്ക് വന്നിട്ട് അവിടേക്ക് തീ എടുത്തിങ്ങനെ ഇട്ട് കൊടുക്കുന്നതും ഇവർക്ക് ഇപ്പൊ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴിയുണ്ട്, അതുവഴി ഉള്ളിലേക്ക് പോയിട്ട് പോകുന്ന വഴിക്കെല്ലാം പെട്രോൾ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരിടത്തേക്ക് വന്നിട്ടാണ് അതങ്ങ് കത്തിച്ച് വിട്ടുകൊടുക്കുന്നതും ഈ ഒരു തീ അകത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും നേരെ ആ ഒരു ടണലിനുള്ളിലൂടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതുവഴി താഴെ വെള്ളം പോകുന്നുണ്ട്, അതിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു വഴിയെ ഇവർ രണ്ടുപേരും പോകുന്നത് നേരെ സാറയുടെ വീട്ടിലേക്കാണ്. അപ്പൊ അത് ആ ഒരു ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്. അവിടെ എത്തിയിട്ടാണ് നമ്മുടെ സാറ അവിടെ ആ ഒരു കർട്ടനുള്ളിൽ കിടക്കുന്നത് ആരാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അത് വേറെ ആരുമല്ല, ഇയാളാണ് ആ ഒരു സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരാള്. ഇത് നമ്മുടെ സാറയുടെ രണ്ടാനച്ഛനാണ്. ഇവരുടെ ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും ഇതുപോലെ ഒരു ചെന്നായി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറാനായിട്ടുള്ള ആ ഒരു ടെസ്റ്റുകളെല്ലാം ഇയാൾ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ ടെസ്റ്റ് ആയിട്ട് സാറയുടെ അമ്മയാണ് അവർ പരീക്ഷിച്ചത്, പക്ഷെ അവർ മരിച്ചുപോയി. ആ ഒരു സമയത്ത് നമ്മുടെ സാറ ആ ഒരു ചെന്നായിട്ട് മാറി ഇയാളെ കൊല്ലാൻ വേണ്ടി പോവായിരുന്നു. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടതും ഇയാളുടെ കാലും അങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാറ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛനെ തന്നെ ഇതുപോലെ ചെയ്തതുകൊണ്ട് അവൾക്കത് വലിയ കുറ്റബോധമായിട്ട് അങ്ങനെയാണ് മരിക്കാൻ വേണ്ടി ആ ഒരു ടവറിന് മുകളിലേക്ക് കയറി ചാടായിട്ട് പോയപ്പോൾ നമ്മുടെ ഹീറോ അവളെ രക്ഷിച്ചത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം ഇവര് രണ്ടുപേരും ഈ ഒരു വീട്ടിൽ തന്നെ നിൽക്കാണ്. പെട്ടെന്നാണ് ആ ഒരു മുട്ടയുടെ ടീം താഴേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവന്മാര് നേരെ മുകളിലേക്ക് കയറി വരുന്നതും ഇത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് തുണിയെല്ലാം എടുത്ത് ജനാല വഴി പുറത്തേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അപ്പൊ ഇവര് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവരെ തടയുന്നുണ്ട്. പക്ഷെ അവന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ അവര് നമ്മുടെ ഹീറോയുടെ പുറകെ ഓടുമ്പോൾ ഹീറോ നേരെ അവിടെ നിന്ന് ഓടി സിറ്റിയിലേക്ക് വന്നിട്ട് ഈ ഒരു കാറിനടിയിലേക്ക് വന്ന് ഒളിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഹെമി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ പ്രേതം അവിടേക്ക് വന്ന് ഹീറോയെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ വിളിക്കുന്നു. ഹേയ്, അവർ ഇവിടെ ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു പ്രാന്തി പ്രേതത്തിന്റെ കാര്യം. എന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി അവളിങ്ങനെ വിസിലടിക്കുമ്പോഴത്തേക്കും അവളുടെ ഒരു കണ്ണ് തെറിച്ചങ്ങ് പുറത്തേക്ക് വീഴാണ്. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്തുള്ള മറ്റൊരാളുടെ കാറ് ഒരു ടാക്സി ഉണ്ട്, അതും മോഷ്ടിച്ച് കാർ ഓടിച്ചോണ്ട് ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു നോക്കി ഇപ്പോൾ വേറൊരു വണ്ടിയിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. അപ്പൊ ആ ഒരു വണ്ടിക്കാരനാണെങ്കിൽ ഇറങ്ങിയിട്ട് അടുത്തൊരു വണ്ടിയിലേക്ക് ഒരു ഇടി. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയെ അടിക്കാൻ വേണ്ടി അവന്റെ പുറകെ വരുന്നതും ഇപ്പോൾ 2 കൂട്ടര്, ഒന്ന് വില്ലന്മാരുടെ ടീം, സാധാരണ ആളുകളും. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവസാനം ഒരു ബസ്സിന്റെ പുറകിലേക്ക് തൂങ്ങിക്കിടന്ന് അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ഹീറോ വീണ്ടും സാറയുടെ ആ ഒരു ബേസ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും സാറ ഇപ്പോൾ അവളുടെ രണ്ടാനച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. കാരണം ആ ഒരു വില്ലന്മാര് വന്നിട്ട് ആ ഒരു ലാബ് മുഴുവനായിട്ടും അടിച്ച് തകർത്തിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെയുള്ള കബോർഡിൽ നിന്നും അവരെന്തോ ഒരു മരുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ഒരു മരുന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ രാത്രി ആവണ്ട, അതിന് മുന്നേ തന്നെ ഇവർക്ക് ചെന്നായിട്ട് മാറാൻ കഴിയും. അങ്ങനെ അവരാണെങ്കിലോ ഇപ്പോൾ മറ്റൊരു വലിയ പഴയ ചർച്ചിനുള്ളിലെ ഇതുപോലെ വീണ്ടും ഒരു പാർട്ടി നടത്താൻ പോവാണ്. കാരണം ഇവിടെയുള്ള മനുഷ്യന്മാരെല്ലാവരെയും കൊല്ലാൻ വേണ്ടി. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു മ്യൂസിക് സിസ്റ്റം അതിന്റെ വയറെല്ലാം വലിച്ചൂരിയിട്ട് അതിന് മുകളിലേക്ക് കയറിയുന്ന എല്ലാവരോടും പറയാണ്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട് ഇപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവും അതേപോലെ തന്നെ പോലീസുകാരും ഇതിനകത്തുണ്ടായിരുന്നു. ഇവർ നമ്മുടെ ഹീറോയെ കണ്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോഴും ഹീറോ പറയുന്നുണ്ട് പ്ലീസ് ആരും ഇവിടെ നിൽക്കരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നില്ല. ഓക്കെ, എല്ലാണോ കിടന്ന് അനുഭവിക്കട്ടെ. അങ്ങനെ ഹീറോയെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ ചർച്ചിലെ ഫാദർമാരെ പോലെ വേഷമെല്ലാം കെട്ടിട്ട് ഒരു 4-5 പേര് അവിടേക്ക് വന്ന് നിൽക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട അവിടെ വന്ന് നിൽക്കുന്നു. ഈ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി മുട്ടയെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നത് ഓക്കെ ഇവിടെയുള്ള എല്ലാത്തിനും അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവരെ കൂടി കാണുമ്പോൾ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ നേരെ ചെന്നിട്ട് അവരെ പിടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ആ ഒരു മരുന്നുണ്ടായിരുന്നു. എല്ലാവരും അവരുടെ കയ്യിലേക്ക് അത് കുത്തിവെക്കുമ്പോൾ ഈ പോലീസുകാർ അതറിയാതെ അവരുടെ കയ്യിൽ വിലം കിട്ടിട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് വരുന്നതും ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ ചെന്നായിട്ട് മാറുകയാണ്. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് മുഴുവനായിട്ട് ആ ഒരു ചെന്നായ്ക്കൾ വന്ന് ഓരോരുത്തരെ കൊല്ലാണ്. പോലീസുകാരെ കൊല്ലുന്നുണ്ട്, സാധാരണ മനുഷ്യരെ കൊല്ലുന്നുണ്ട്. അതേസമയം പെട്ടെന്ന് ഒരു വലിയ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഈ ഒരു ചർച്ചിന്റെ ഡോർ ഉണ്ടല്ലോ അതിടിച്ചങ്ങ് തകർക്കുന്നതും ഇവിടെയുള്ള സാധാരണ ജനങ്ങളെല്ലാം വെളിയിലേക്ക് ഓടി വരികയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇതിന് വെളിയിൽ ഒരുപാട് പോലീസ് വണ്ടികളും വരുന്നുണ്ട്. കാരണം ആ ഒരു ഡിറ്റക്റ്റീവ് വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഓടി പോകുമ്പോഴത്തേക്കാണ് ഒരു കോമഡി. നമ്മുടെ ക്രിസിനെ അവിടെ ഒരു കുരിശിലിങ്ങനെ കെട്ടിയിട്ടാക്കുമായിരുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ക്രിസ് ജീവനും കൊണ്ട് ആ ഒരു കുരിശും വെച്ചിട്ട് ഇങ്ങനെ ഓടി ഓടി വെളിയിലേക്ക് വരികയാണ്. അയ്യോ, ഇപ്പൊ എന്തായാലും ജീവൻ മാത്രം ധരിച്ചു കിട്ടിയാൽ മതി എന്നാണ് ക്രിസിന്റെ ചിന്ത. അങ്ങനെ ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും കൂടി അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു തോക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഓടിപ്പോകുന്ന ഒരു ചെന്നായനെ അവൻ ഷൂട്ട് ചെയ്യുന്നതും അത് നേരെ താഴേക്കൊന്ന് വീഴുന്നു.
അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം അകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ശരീരമെല്ലാം ഇങ്ങനെ മൂടുമ്പോഴത്തേക്കും ഇപ്പൊ മരിച്ചല്ലോ ഒരു ചെന്നായ, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രാഡിനെ കൊന്ന ചെന്നായായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഡിന്റെ ആത്മാവ് ഇപ്പൊ ശാന്തിയായിട്ട് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹീറോയും സാറയും ഇവർ രണ്ടുപേരും ആ ഒരു കാറ്റക്കോംസിന്റെ അടിയിലേക്ക് പോവാണ്. കാരണം അതിനുള്ളിലൂടെ ഒരുപാട് വഴികളുണ്ട്. അതേസമയം ഇതിലാ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു ചെന്നായ അയാളുടെ അടുത്ത് ഇവരാണ്. ഇയാളായാലും പേടിച്ച് പേടിച്ച് പുറകിലേക്ക് പോയിട്ട് പെട്ടെന്ന് ആ ഒരു സ്ഥലം പൊളിഞ്ഞ് നേരെ അടുത്തുള്ള ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇവിടെയാണെങ്കിലോ വേറൊരു ലേഡി പോലീസും അതേപോലെ തന്നെ മറ്റൊരു പോലീസുകാരനും ഓക്കെ ഇതിലേക്കോട്ട് പോകാനുള്ള വഴി ഏതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടേക്ക് നിൽക്കുമ്പോഴത്തേക്കും അടുത്തൊരു ചെന്നായ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവരത് കാണുന്നത് പോലുമില്ല. ഓക്കെ കിട്ടിയെന്നും പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഓഫീസർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ചെന്നായ ഓക്കെ അതിന് ഇവരെ കിട്ടിയെന്നും പറഞ്ഞിട്ട് അവരുടെ മുകളിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. അപ്പോൾ നമ്മുടെ സാറേ ആണെങ്കിൽ ഇവരുടെ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ സാറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ ആ ഒരു തോക്കെടുത്തിട്ട് ആ ഒരു ചെന്നായെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബുള്ളറ്റ് തീർന്നുപോയി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവൾ അങ്ങനെ അവിടെ നിന്ന് ഓടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യനായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെന്നായ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവൾ ഓടി മറ്റൊരിടത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മരിച്ചിടക്കുന്ന വേറൊരുത്തനുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു മരുന്നെടുത്ത് അവൾ അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കും അവളിപ്പോൾ ആ ഒരു ചെന്നായിട്ട് മാറും. എന്നിട്ട് അവിടെ വന്ന് ആ ഒരു ചെന്നായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ഓടി അവിടേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് അറിയത്തില്ലല്ലോ ഇതിൽ ആരാണ് നമ്മുടെ ഹീറോയിൻ ആരാണ് വില്ലൻ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ രണ്ടുപേരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ചെന്നായ മരിച്ചിട്ട് അത് സാധാരണ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ മനുഷ്യരൂപത്തിലേക്ക് മാറുമ്പോഴത്തേക്കും ഹീറോ ഓടി അടുത്തേക്ക് ചെന്നിട്ട് അവളെ സഹായിക്കാൻ ശ്രമിക്കും. അപ്പോൾ പറയും ഇല്ല, എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു മോചനം വേണം. അതുകൊണ്ട് നീ എന്നെ കൊന്ന് എന്റെ ഹൃദയം എടുത്ത് കഴുകി, അങ്ങനെയാണെങ്കിൽ നീ വീണ്ടും മനുഷ്യനായിട്ട് മാറുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് അതിന് താല്പര്യമില്ല. എന്നിരുന്നാലും ഹീറോയിൻ പറയുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ അവൻ കത്തിയെടുത്ത് അവളെ കൊല്ലാനായിട്ട് വരുന്നതും ബാക്കിയുള്ള പോലീസുകാർ അകത്തേക്ക് വരും. ഇത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിലോ അവളെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിയങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവസാനം ഹീറോ ഓടി ഓടി മറ്റൊരിടത്തേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ കാല് തെറ്റി ആ ഒരു ടണൽ വഴി ഉരുണ്ട് നേരെ വന്ന് വീഴുന്നത് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ്. അതൊരു സബ്വേ. അവിടെ വന്ന് വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ദൂരെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വില്ലൻ ചെന്നായുണ്ടല്ലോ മൊട്ട, അവൻ ഹീറോയുടെ പുറകെ ഇതിലെ തന്നെ ചാടി ഈ ഒരു ട്രാക്കിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അങ്ങ് ചാടി മാറുന്നതും നമ്മുടെ മൊട്ട ചെന്നായനെ ആ ഒരു ട്രെയിൻ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടങ്ങ് പോവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവൻ മരിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു മൊട്ട ചെന്നായ അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഈ ഒരു ട്രെയിനിനകത്തുള്ള ആളുകളെല്ലാം കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ചോടുമ്പോഴത്തേക്കും അതിൽ ചിലരെ പിടിച്ച് കടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല കുറെ കഴിയുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു പവർ ചെന്നായാവായിട്ടുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ അത് കഴിയുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു മരുന്നെടുത്ത് കുത്തിയാലേ അവൻ വീണ്ടും ചെന്നായി മാറത്തുള്ളൂ. അങ്ങനെ ആ ഒരു മരുന്നെടുത്ത് കുത്താനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഈ ഒരു കാര്യം കണ്ട് അകത്തേക്ക് ചാടി കയറിയിട്ട് ആ ഒരു മരുന്നങ്ങ് തട്ടിക്കളയും. എന്നിട്ട് ഇവർ രണ്ടുപേരും മനുഷ്യന്മാരായിട്ട് നിൽക്കാണല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം കാണുന്നത്. അന്ന് ഹീറോയെ കൊല്ലാൻ വേണ്ടി ആ ഒരു ഗേറ്റും തകർത്ത് വരുമ്പോഴത്തേക്കും ഒരു കമ്പി എടുത്ത് ചെന്നായുടെ ദേഹത്തേക്ക് കുത്തിയിരുന്നല്ലോ. ആ ഒരു ചെന്നായ സത്യം പറഞ്ഞാൽ ഈ ഒരു മൊട്ടയായിരുന്നു. അവൻ വിചാരിച്ചത് നമ്മുടെ ഹീറോയിനാണ് അവനെ അറ്റാക്ക് ചെയ്തതെന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ ഒരു മൊട്ട നമ്മുടെ ഹീറോയെ പിടിച്ചൊരു ഒറ്റ ഇടി എന്നിട്ട് അവനെ പിടിച്ച് അടുത്തുള്ള ആ ഒരു ചെയറിലേക്ക് കൊണ്ടിരുത്തുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സിറിഞ്ച് കുത്തിയിരിക്കുമായിരുന്നു. അത് നമ്മുടെ ഹീറോയുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറും. അവിടെയാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ചെന്നായിട്ട് മാറാണ്. മൊട്ടയാണെങ്കിലും പേടിച്ച് അവിടെ നിന്ന് ഓടുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ചെന്നായിട്ട് മാറിയിട്ട് മൊട്ടയുടെ പുറകെ ചെന്ന് അവനെ ഇടിച്ച് താഴേക്കിട്ട് അവനെ കൊന്നിട്ട് അവന്റെ ഹൃദയം ഉണ്ടല്ലോ അതെടുത്തങ്ങ് കഴിക്കുന്നതും ഇപ്പൊ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും സാറയും രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാൻ പോവാണ്. അതുമല്ല ആ ഒരു ടവർ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് രണ്ടുപേരും കൂടി ആ ഒരു വിവാഹ മോതിരം അത് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ് ആണെങ്കിലോ ഈ ഒരു മോതിരം എടുത്തിട്ട് അതിന്റെ ബോക്സിനെ തുറക്കുന്ന സമയത്ത് ഈ ഒരു മോതിരം പെട്ടെന്ന് താഴേക്ക് പോകും. ഇത് കാണുന്നതും ഇവർ രണ്ടുപേരും വേറെ ഒന്നും ആലോചിക്കുന്നില്ല. കാലിലാണെങ്കിൽ കയറി കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്ത് താഴേക്ക് ഒരു ഒറ്റച്ചാട്ടം. താഴേക്ക് ആ പോകുന്ന പോകരുത് തന്നെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് ആ ഒരു മോതിരം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.